ഹായ് ഗൈസ് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഞങ്ങളെ പ്രാഗി കൊന്നു അത്രയും വെയിറ്റ് ചെയ്ത് എല്ലാവരും ഇരിക്കുന്ന ഒരു കുറേ വീഡിയോ. പോസിറ്റീവ് ആയിട്ടുള്ളതും അതുപോലെ അതിനേക്കാൾ കൂടുതൽ നെഗറ്റീവ് ആയിട്ടുള്ള സംഭവമായിട്ടുള്ള ഒരു വീഡിയോ ആണല്ലേ ഇത്. അതെ, അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് എല്ലാവരും കാണാം, എന്നിട്ട് അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെൻഡർ റിവീൽ ഏകദേശം ഡെലിവറി ചെയ്യുന്ന വീഡിയോ ഡെലിവറി കഴിഞ്ഞു എന്ന് വന്ന് ഇട്ടപ്പോൾ മുതൽ എല്ലാവരും പെൺകുട്ടിയാണ് ആൺകുട്ടിയാണ് ഞങ്ങൾക്ക് പറഞ്ഞൂടെ പറഞ്ഞിട്ട് ഞങ്ങളെ റീച്ചിന് വേണ്ടിയിട്ടാണ്, പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ കുറെ പേര് പറയുന്നുണ്ട്. പക്ഷെ നമുക്കത് മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അത് കാണുമ്പോൾ നമുക്ക് പറയാതിരിക്കാനും പറ്റില്ലല്ലോ. പിന്നെ അതുപോലെ നമ്മള് ചിങ്കുടുവിന്റെ ടൈമിലാണ് നമുക്ക് അപ്പൊ എല്ലാം അപ്ഡേറ്റ് ചെയ്യാനും, അതുപോലെ ജെൻഡർ റിവീലാണെങ്കിലും ഹോസ്പിറ്റലിലും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്നും ജെൻഡർ റിവീലായിട്ടും ഒന്നും കാര്യമായിട്ടൊന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ നമുക്ക് എല്ലാം കൂടി ഇപ്രാവശ്യം കുറച്ച് ടൈറ്റ് ആണ്. ഫസ്റ്റത്തെ പോലെ അല്ലല്ലോ. ഫസ്റ്റ് പറയുമ്പോൾ നമുക്ക് ആരെയും നോക്കണ്ട. അല്ല, അതാ പറഞ്ഞു, ചിങ്കുടും എല്ലാം കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ചിങ്കുടുള്ളതുകൊണ്ട് നല്ല ടാസ്ക് ആയിരുന്നു. പക്ഷെ എന്നാലും കുട്ടി മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കുട്ടീൻ്റെ രീതിയിൽ പോയി ഗൈസ്. അപ്പോൾ ജെൻഡർ റിവീലാണ്. അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നില്ലേ, ഇപ്പോൾ എനിക്കൊരു അഭിപ്രായമായിരിക്കും, വാവിച്ചിക്കൊരു അഭിപ്രായമായിരിക്കും, അമ്മയ്ക്ക് അമ്മൂമ്മയ്ക്ക് അങ്ങനെ എല്ലാവർക്കും ജെനിലിനൊക്കെ ഓരോ അഭിപ്രായമായിരിക്കും. അപ്പം ഞങ്ങൾ മറ്റേ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു വോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഫസ്റ്റ് ആ വീഡിയോ കണ്ടിട്ട് പോവാം. അപ്പോൾ വാവിച്ചിക്ക് പെയിനും കാര്യങ്ങളും വന്നു, അഡ്മിറ്റും ആയി. അപ്പോൾ ഒരു നോർമൽ ഒരു ഇതിൽ വാവിച്ചിക്ക് എന്ത് കുട്ടിയാണ് തോന്നുന്നത്, എന്താണെങ്കിലും കുഴപ്പമില്ല, എന്നാലും വാവിച്ചിൻ്റെ ഒരു ഇതിൽ വാവിച്ച് പെൺകുട്ടി. ഓക്കെ, വാവിച്ച് കുട്ടിയാണ് പെൺകുട്ടി. ഗൈസ് ഞാൻ പറയണു ആൺകുട്ടി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്തത് പെൺകുട്ടിക്കാണ്. അപ്പം ഇനി ഇവിടെ ബാക്കിയുള്ള എൻ്റെ ചോദിച്ചു നോക്കട്ടെ. അമ്മ നിൽക്ക് ഒരു മിനിറ്റ്, മൈക്ക് കൊടുക്കട്ടെ. നിങ്ങൾ എന്ത് കുട്ടിയാന്ന് പറയുന്നത്? ആൺകുട്ടി എന്നാണ് വിചാരിക്കുന്നത്. ആൺകുട്ടി തന്നെയാണ്. ഞാനും ആൺകുട്ടി തന്നെ. പെൺകുട്ടി പെണ്ണുകുഞ്ഞാവണ ആൺകുഞ്ഞാവണ അതോ അവള് ചേഞ്ചായി. പെണ്ണുകുഞ്ഞാവണ ആൺകുഞ്ഞാവണ. അപ്പൊ ഗൈസ് ഞാൻ മാത്രം കേളുള്ളൂ കേട്ടോ. ഇവരെല്ലാവരും പോയാണ്, ഞാൻ മാത്രം കേളുള്ളൂ ഗൈസ്. അപ്പോൾ അതിൽ കണ്ട പോലെ ഞാൻ വോട്ട് ചെയ്ത് ബോയ്ക്ക്, അമ്മ വോട്ട് ചെയ്ത് ബോയ്ക്ക്, ജെനിൽ വോട്ട് ചെയ്ത്, അമ്മൂമ്മ വോട്ട് ചെയ്ത്, എല്ലാവരും ബോയ്ക്ക്. ചിങ്കുടും അതാ തോന്നുന്നില്ലേ, വാവച്ചി മാത്രം എന്താണ് വോട്ട് ചെയ്ത് ഗേളിനാണ് കേട്ടോ ഗൈസ്. പിന്നെ അതുപോലെ ഇതിലിപ്പോ കമന്റ്സ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ കുറെ ആൾക്കാർ ബോയ്സിനും അല്ല ബോയ്ക്കും അതുപോലെ ഗേളിനും കുറെ കമന്റ് ചെയ്തവരുണ്ട്. ഈക്വൽ ആയിട്ട് വരുന്നുണ്ട് അല്ലേ. അപ്പൊ അവർക്കൊക്കെ എന്തായാലും അറിയാനുള്ള ഒരു അല്ല, ഞങ്ങൾക്കില്ലേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് വീഡിയോ അല്ല മറ്റേ ഡെലിവറിയും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ജെൻഡർ എന്താണെന്ന് അറിയാലോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ കമന്റും കാര്യങ്ങളും വരും, ഞങ്ങൾക്ക് ചിരിയും വരും. അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ. അത് നിങ്ങളെ കളിപ്പിക്കുന്ന ഒരു ഇതുപോലെയല്ല. നമുക്ക് ജെൻഡർ റിവീൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങൾക്കതൊരു ഹാപ്പിയാണ്. കണ്ടന്റിന് വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ കണ്ടന്റ് ആയിട്ട് തോന്നുമായിരിക്കാം, പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഞങ്ങൾക്കൊരു ഹാപ്പിനെസ്. അതെ, ഒരു കണ്ടന്റ് ആയിട്ട് തന്നെ അത് പോസ്റ്റ് ചെയ്യണം. എന്നാൽ കൂടി ഞങ്ങൾ കണ്ടന്റിന് വേണ്ടിയിട്ട് ജെൻഡർ റിവീൽ മാറ്റി വെക്കില്ല. നമുക്ക് ചെയ്യുമ്പോൾ ഓരോ സെക്ഷനായിട്ട് ചെയ്യുമ്പോൾ. ചോദിക്കട്ടെ, ആ വീഡിയോയിൽ പറഞ്ഞല്ലോ ബേബി ബോയ് ആണ്, എല്ലാരും ഇങ്ങനെ ബോയ് ആണെന്നൊക്കെ, ഞാൻ ഗേൾ ആണെന്നും പറഞ്ഞല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് ബേബി എനിക്ക് ബോയ് ആണെന്ന് പറഞ്ഞത്? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചിങ്കുടുവിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഗേളാണെന്ന്, ബാക്കി എല്ലാവരും പല അഭിപ്രായം കാണലായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ഈ സമയത്ത് വന്നിട്ട് ബോയ് ആണോ എന്ന് ഒരു ചെറിയൊരു കൂടുതൽ ഡൗട്ട് എനിക്ക് 99% ബോയിൽ നിന്ന് ഉണ്ടായിരുന്നു. കാരണം പ്രത്യേകിച്ച് വാവിച്ചിനെ കണ്ടിട്ട് അങ്ങനെയൊന്നുമല്ല, എനിക്ക് ബോയ് ആണെന്ന് മനസ്സിക്ക് തോന്നി. അങ്ങനെ ഒരു ഇതുകൊണ്ട് ഞാൻ ബോയ്ക്ക് വോട്ട് ചെയ്തത്. പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് ഗേൾ എന്ന് പറഞ്ഞതറിയോ? അതായത് എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയണട്ടാ, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞാൽ അത് ഓരോരുത്തരുടെ ഓരോരു ഇതായിരിക്കാം, നമുക്കറിയില്ലല്ലോ. അല്ല, ഞാൻ പറയട്ടെ. അതായത് ചിങ്കുടുവിൻ്റെ ആ ടൈമിൽ തടി വെച്ച പോലെ ഞാൻ വെച്ചു. പിന്നെ നമ്മൾ ഈ മറ്റേ ബ്ലാക്ക് കാര്യങ്ങളൊക്കെ വരുന്ന പോലെ എല്ലാവിടെ ഇങ്ങനെ വന്നു. പിന്നെ അമ്മന്റെ ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് അമ്മയ്ക്ക് 2 ഗേളാണ് അങ്ങനെയുള്ളൊരു ബേസിലാണ്. അതായത് എന്താണ് ചിങ്കുടിന്റെ സമയത്ത് അതേപോലെ തന്നെയാണ് എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഗേളാണ് പറയുന്നത്. അതായത് ശരീരത്തിൽ വരുന്ന തടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബ്ലാക്ക് മാർക്കുകളാണെങ്കിൽ എല്ലാം അതേ സെയിം ഉണ്ട്. ഞാൻ അല്ല വാവിച്ച് അങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു വാവിച്ചിൻ്റെ അടുത്ത്, വാവിച്ച് അങ്ങനെയൊന്നുമില്ല, അത് ഓരോ ടൈമിൽ ഓരോതായിരിക്കും, നമുക്കതൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു. ഞാൻ അതിൽ തന്നെ ഉറച്ചു നിന്നത്. എനിക്ക് അങ്ങനെയൊക്കെ കൊണ്ട് എനിക്ക് ഗേളാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഗേൾ എന്ന് കൊണ്ട് വോട്ട് ചെയ്തത്. അപ്പോൾ
അമ്മേൻ്റെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ അമ്മയൊക്കെ പറഞ്ഞത് അമ്മ അവിടെ ഉണ്ട്, ഇനിയിപ്പോൾ അതിന് വേണ്ടി പോകണ്ടെന്ന് പറഞ്ഞു. അമ്മയൊക്കെ പറഞ്ഞത് ആൺകുട്ടിയാണ് അല്ലേ. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ഇപ്രാവശ്യം എല്ലാവരും എൻ്റെ ഭാഗത്ത് നിന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതായിരുന്നു നടന്നത്. എല്ലാവരും വോട്ട് ചെയ്ത് പോയി, ഞാൻ പറഞ്ഞ് നടന്നുകൊണ്ട് എല്ലാവരും ഇപ്രാവശ്യം എൻ്റെ ഭാഗത്ത് കൂടിയതാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അപ്പം എന്തായാലും ഗൈസ്, പിന്നെ അതുപോലെ തന്നെ എന്താണ് വാവച്ചി അതിന് ശേഷം നേരെ ഒന്ന് വീഡിയോയിൽ വരുന്നത് ഇപ്പോഴാണ്. അപ്പോൾ വാവച്ചി ഒരുപാട് പേര് ഇത് നോക്കി ആയിട്ട് ഞങ്ങൾ ജെൻഡർ റിവീൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണ് ഒന്ന് അതിനൊരു ഇതായിട്ട് ഇപ്പോഴും എനിക്ക് താല്പര്യമൊന്നുമില്ല. പക്ഷെ വാവച്ചിരിക്കുന്നുണ്ട് ഗൈസ് മോഡലായിട്ട്. കളിയാക്കല്ല, അങ്ങനെയുള്ളവർക്ക് അത് മനസ്സിലാവുള്ളൂ. ഞാൻ കളിയാക്കല്ല, ഞാൻ ഒരു ഇതായി തമാശയായിട്ട് പറഞ്ഞു. അതായത് അങ്ങനെയുള്ളവർക്ക് അത് മനസ്സിലാവും എന്തുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതല്ലേ. അപ്പോൾ കുറേ പേര് വാവച്ചിൻ്റെ കാര്യങ്ങൾ ഒരുപാട് അന്വേഷിക്കുന്നുണ്ട്. വാവച്ചി ഒന്നാമത് എന്താണ് മെസ്സേജും കാര്യങ്ങളും ഫോൺ എടുക്കാറുണ്ട്, നോക്കണമെന്ന് എനിക്കറിയില്ല. കമൻറ്റ് അതുപോലെ മെസ്സേജ് ആയിട്ട് കുറേ പേര് അന്വേഷിക്കാറും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് എന്താ പറയാനുള്ളത് വെച്ച് പറഞ്ഞു? എന്താ പറയാനുള്ളൂ, താങ്ക്സ് തന്നെ പറയാനുള്ളൂ. അന്വേഷിക്കുന്നതിൻ്റെ അടുത്ത് വേറെ എന്താ ഞാൻ പറയാ. അതായത് അതുപോലെ ഞാൻ ഫോൺ എടുക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഇങ്ങനെ വീഡിയോന് താഴേക്ക് ഇങ്ങനെ കമന്റ്സ് ഒക്കെ നോക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഡെലിവറി കണ്ടിട്ട് പേടിക്കണ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഓരോരുത്തർക്കും ഓരോരോ പെയിനാണ്, ഓരോരുത്തർക്കും സിറ്റുവേഷൻസ് ഇല്ല ബേബി, അത് ഓരോരോ ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ എൻ്റെ ഡെലിവറി കണ്ടിട്ട് ആരും പേടിക്കണ്ട. ചിലപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിരിക്കാം, ചിലപ്പോൾ എന്നെയും വെച്ച് നല്ല ടഫായിരിക്കും. അപ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എൻ്റെ ഡെലിവറി കണ്ടിട്ട് ആരും പേടിക്കരുത്, ഹാപ്പി ആയിട്ട് പോവാ. ലാസ്റ്റ് എന്താ പറയുക, കുട്ടിനെയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അല്ല വാവച്ചി പറഞ്ഞോ, വാവച്ചി പറഞ്ഞോ പോട്ടാ. കുട്ടിനെ കാണുന്ന സമയത്ത് നമുക്കൊരു ഹാപ്പി ആവും. അത് വേറൊരു മൊമെന്റ് ആണല്ലോ. അതെ. അപ്പൊ ഗൈസ്, നമ്മുടെ കാര്യത്തിലൂടെ നമുക്ക് കിടക്കാം. ഇതിനിപ്പോ ഈ വീഡിയോ കാണാൻ തുടങ്ങിയപ്പോ മുതൽ പറയാ ഇവര് ആ ഒരു സംഭവം പറയാൻ വേണ്ടി വലിച്ചു നീട്ടി പറയണോ. അതില്ലേ, ഞാൻ ഒരു കാര്യം പറഞ്ഞു, നമ്മൾ എന്തെങ്കിലും മറ്റേ വേറെ എന്തെങ്കിലും കാര്യങ്ങളല്ലാണ്ട് വ്ളോഗും കാര്യങ്ങളും എന്തെങ്കിലും സംസാരിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറയണം തോന്നും. അപ്പം അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഒന്നി തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ എന്തായാലും എന്താണ് ഞങ്ങൾ ഇപ്പോൾ വേറൊരു ഇതും കൂടി പറയാം. ഞങ്ങളിപ്പോൾ സെക്കൻഡ് ബേബിയൊക്കെ വന്നതിന് ശേഷം ഇപ്പോൾ വീടൊക്കെ ആയിട്ട് ഒന്ന് സെറ്റായി വരുന്നു. കാരണം കുട്ടി വന്നതിന് ശേഷം ഇപ്പോൾ ഞങ്ങൾ 4 പേരാണ്, അമ്മയും കുട്ടി 5 പേരുണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങളൊന്ന് സെറ്റായി വരും. കാരണം ചിങ്ങുന്ന ടൈമിൽ ലൈഫ് എന്ന് പറയുമ്പോൾ ഒരുപാട് എങ്ങനെയാവുമ്പോൾ ഒന്നും കൂടെ ചേഞ്ച് ആവും ലൈഫ്. നമ്മൾ തന്നെ എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് സെറ്റാക്കി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒന്ന് രണ്ടാമത്തെ ആളും വന്നതിന് ശേഷം ഒന്ന് റെഡിയായി വരുന്നു ഞങ്ങൾ. പക്ഷേ രണ്ടാമത്തെ ആളൊന്ന് കയ്യിൽ കിട്ടാൻ കുറച്ച് പണി എടുക്കുന്നുണ്ട് അല്ലേ. അതൊന്ന് കറക്റ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. ചിങ്ങുടിൻ്റെ ഒരു ലെവൽ നമുക്കിപ്പോൾ അറിയാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതുപോലെ ഇനിയിപ്പോൾ രണ്ടാമത്തെ ആളുടെ ഒന്ന് സെറ്റായി വരണം. അപ്പോൾ വെറുതെ വലിച്ചു നീട്ടണ്ട ഗൈസ്. ഞങ്ങൾ വായും കൊണ്ട് പറയുന്നതിനേക്കാളും നല്ലത് ഞങ്ങൾ ഈ കാർഡ് വെച്ചിട്ട് ഞങ്ങൾ പറയാതെ പറ്റണ്ട അല്ലേ. എല്ലാം ഒരു ഇതുണ്ടാവുള്ളൂ. അതെ അതെ, അത് ഞങ്ങൾ ഇത് ഓൾറെഡി എന്താണ് ഇൻസ്റ്റയിലും കാര്യങ്ങളും പോസ്റ്റ് വരുന്നത് തന്നെ ആയിരിക്കും. ഞങ്ങൾ ഓൾറെഡി ഷൂട്ട് ചെയ്ത സാധനമാണ്. അപ്പോൾ വായിച്ചു പറഞ്ഞു നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്യാലോ എന്ന്. കാരണം ഞങ്ങൾ വായി കൊണ്ട് ഇങ്ങനെ പറയുന്ന കഴിഞ്ഞാൽ ഇങ്ങനെ ആക്കുന്നൊരു ഫീൽ അല്ലേ അല്ലേ. അപ്പോൾ ഗൈസ് എന്താണ് എൻ്റെ വോട്ടിങ് അപ്പോൾ പറഞ്ഞോ റെഡി ഗൈസ്. ഇതാ ഞാൻ വോട്ട് ചെയ്ത പോലെ ബോയ് ഉണ്ട്, വായിച്ച് കാണിച്ചു. ഞാൻ വോട്ട് ചെയ്ത പോലെ ഗേളും ഉണ്ട്. അപ്പോൾ ഇതിലേതായിരിക്കും? ഇത് മറ്റേ ബിഗ് ബോസിൽ വിന്നറിനെ സെലക്ട് ചെയ്യില്ലേ ലാലേട്ടൻ. പിന്നെ അതുപോലെ ഇല്ലേ, ഏകദേശം അവിടെ ഉള്ളവർക്ക് ഏകദേശം അറിയാം എന്ത് ബേബിയാണെന്നുള്ളത്. അവിടെ ഉള്ളവർക്ക് ഏകദേശം അറിയാൻ പറ്റും. നമ്മൾ ഡെലിവറി കഴിഞ്ഞ ഉടനെ അവരൊക്കെ കുറെ കമന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതാണ് ചിലരൊന്നും മൈൻഡ് ചെയ്യണം. അത് നോർമലി ചെയ്യുന്നത് പോലെ വിടുകയാണ്. ഞങ്ങൾ കുറെ കമന്റ് അങ്ങനെ കണ്ടു. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ബേബി ഏതാന്ന് വെച്ചാല് ഗൈസ് റെഡി 1 2 3 സ്റ്റാർട്ട്. അപ്പൊ ഗൈസ് ഗേൾ ബേബിയാണ് കേട്ടോ. ചിങ്ങടൂനെ പോലെ തന്നെ ഒരു ഗേൾ ബേബി. ഞാന് അമ്മൂമ്മ വാവച്ചി പിന്നെ കമന്റ് ചെയ്ത് എല്ലാവരും ബോയ്ക്ക് കമന്റ് ചെയ്ത് എല്ലാവരും നമ്മളെല്ലാവരും തോറ്റുപോയി ഗൈസ്. ഗേളിനാണ് വോട്ട്. അപ്പൊ ബേബി ഗൈസ് ഇത് മാത്രല്ല കേട്ടോ, ബെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു 1000 രൂപയ്ക്ക്. ശരിയാണ് കടോടാ പിന്നെ തന്നാ മതി. 1000 രൂപ ബെറ്റ് വെച്ചിട്ടുണ്ട്. നമുക്ക് ജനിച്ചിരിക്കണ കുട്ടി ഗേൾ ബേബി. അപ്പൊ 2 കുട്ടികളെ പെൺകുട്ടികളാണ്. അപ്പോൾ ഹാപ്പിയാണ് ഞങ്ങൾ. ഇപ്പൊ ഞാൻ വോട്ട് ചെയ്ത് ബോയ്ക്കാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ബോയ് വേണം അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല. നമ്മളൊരു ഒരു ചലഞ്ച് ഒരു ബെറ്റ് പോലെ ജസ്റ്റ് പറയുന്നത് മാത്രമേ അത്രേ ഉള്ളൂ. അപ്പൊ ദാ ആള് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ, ഉറങ്ങുന്നു, നല്ല ഉറക്കത്തിലാണ്. എപ്പൊ സമയം എത്ര 3 മണി എന്തോ വൈകുന്നേരം ഈ സമയത്ത് ഉറങ്ങിക്കൊണ്ടിരിക്കണം. അപ്പൊ നിങ്ങൾ ഏകദേശം ഊഹിച്ചോ 12 മണിക്ക്. അപ്പൊ ഏകദേശം ഒന്ന് ഊഹിച്ചോ എങ്ങനെയായിരിക്കും എന്നുള്ളത്. പിന്നെ ആളൊക്കെ ഒന്ന് സെറ്റായി വരും. പിന്നെ
ഫേസും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ അതിന് ഫേസ് ആയിരിക്കും എല്ലാവരും ചോദിക്കുക. അത് ഞാൻ പറയാം, നിങ്ങൾ ആരിനെ പോലെ ഉണ്ടാവുന്ന കമൻറ്റ് ഞങ്ങൾ ഓൾറെഡി ഡെലിവറിക്ക് മുമ്പേ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതായത് ഇല്ലേ ഇപ്പൊ ജെൻഡർ റിവീൽ ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ കയറാൻ പറ്റുന്നുണ്ട്, നമുക്ക് സ്കാനിങ്ങിൽ ഫേസ് കാണാൻ പറ്റുന്നുണ്ട്, അപ്പൊ ജെൻഡർ നിങ്ങൾക്ക് മുന്നേ അറിയൂന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടാവും. പക്ഷെ ജെൻഡർ ഒന്നും നമുക്കറിയില്ല. സ്കാനിങ്ങിൽ ഫേസ് കാണാൻ പറ്റും, പക്ഷെ നമുക്ക് ജെൻഡർ കാര്യങ്ങളൊന്നും അറിയില്ല. ഇവിടെ അപ്പൊ മുന്നേ ഒന്നും നമുക്ക് ഇതൊന്നും അറിയാൻ പറ്റില്ലല്ലേ ബേബി? തൊണ്ടയിൽ പിടിച്ചു, തൊണ്ടയിൽ കിച്ച് കിച്ച്. അല്ല, നമുക്കത് ഇന്ത്യയിൽ ലീഗലായിട്ട് പറ്റില്ല. അത് നമുക്ക് എന്തോ ഒഫൻസ് ഒക്കെയാണ്. അപ്പം അതൊന്നും ഞങ്ങൾക്കും താല്പര്യമൊന്നുമില്ല അറിയണം എന്നുള്ളത്. കാരണം നമുക്ക് ഫേസ് കാണണം എന്നുള്ളൊരു ഇതുണ്ടായി, ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ കമന്റ് ചെയ്യുക ആരിനെ പോലെയാണ്. എന്താണോ ഫേസ് അതേ സെയിം തന്നെയാണ് ഇവര്. അപ്പം നിങ്ങൾ അത് ഇപ്പോഴും പറയാ, കമന്റ് ചെയ്തോ. മറ്റേ ഫേസ് റിവീൽ ചെയ്യുന്നതിന് മുമ്പ് എന്നെ പോലെയാണോ, ആവശ്യനെ പോലെയാണോ, ഇല്ല അമ്മനെ പോലെയാണോ, ആരെങ്കിലും പോലെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യില്ലോ. അതെ, ഫാമിലി ആയിട്ട് കുറെ എടുക്കാലോ. എടുക്കാം. അല്ല, എന്നാലും നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക ആരിനെ പോലെ ഉണ്ടാവുന്ന ഒരു കമന്റ്. അതാണ് ഇനി അടുത്തത് കേട്ടോ. ഇനിയിപ്പോൾ അതിന് ഞങ്ങൾ വലിച്ചു നിൽക്കുന്നു പറയണ്ട. ഫേസ് എന്തായാലും ഞങ്ങൾ ബേബി ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങളത് വൃത്തിയായിട്ട് റിവീൽ ചെയ്യാൻ ചെങ്ങുണ്ടിന് സെയിം അതേപോലെ തന്നെ ചെയ്യാൻ വിചാരിക്കും. ചെയ്തവർക്ക് എന്തായാലും ഏതാണ് കുട്ടി എന്നുള്ളത് മനസ്സിലായതുപോലെ നെഗറ്റീവ് പറയണത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാല് അവർക്ക് അറിയാനുള്ളൊരു തിടുക്കം കൊണ്ട് അവരത് നെഗറ്റീവായിട്ട് പറയണ പോലെയൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്. അതായത് എന്താണെന്ന് അറിഞ്ഞിട്ട് പോവാ, പിന്നെ ഈ വഴിക്ക് തിരിഞ്ഞു നോക്കില്ല. അല്ല, എങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവര് കാണാൻ, അല്ലാത്തവര് സ്കിപ്പ് അടിച്ചിട്ട് പോവാ, അത്രേ ഉള്ളൂ. അപ്പോ എന്താണ് ഗേൾ ബേബിയാണ്. അപ്പൊ എന്തായാലും ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചവർക്കും ഒരുപാട് എന്താ പറയുക, നമുക്ക് എന്താണെന്ന് അന്വേഷിച്ചവർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ എന്താ പറയുക, ചിങ്കിടു എങ്ങനെയാണ് കുട്ടീൻ്റെ അടുത്ത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞങ്ങൾ വരുമ്പോഴേ റിവീൽ ചെയ്യാൻ ഞങ്ങൾ പ്രതീക്ഷയിൽ കുറച്ച് അപ്പുറമാണ്. വെച്ചിട്ട് റിവീൽ ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം, പക്ഷെ ഫസ്റ്റത്തെ പോലെയല്ല, നല്ല കുറുമ്പ് കൂടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ നിർത്തിയിട്ടൊന്നും എടുക്കാനൊന്നും പറ്റില്ല. ചിങ്കിടുവിനെ വെച്ച് നിർത്തിയെടുക്കാൻ പറ്റും. അത് കറക്റ്റ് ഡെലിവറി കഴിഞ്ഞതും ചിങ്കിടുവിൻ്റെ ഒരു ക്യാരക്ടർ പെട്ടെന്നൊരു നല്ല എന്താണ് ആക്റ്റീവ് ഓവറായ പോലെ അല്ലേ? അതുപോലെ ടോട്ടലായിട്ട് ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഞങ്ങൾ ഇങ്ങനെ വഴിയെ കറക്റ്റ് ഞങ്ങൾ വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ എന്തായാലും ഗൈസ്, നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബേബികളാണ്. അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ എന്തായാലും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. പിന്നെ എല്ലാവരും മറക്കണ്ട, മറ്റേത് വോട്ട് ചെയ്തോ, എന്നാൽ മറ്റേ എന്താണ് ഫേസ് ആരിനെ പോലെയാണെന്നുള്ളത് എല്ലാവരും കമന്റ് ചെയ്യലോ. അപ്പോൾ എന്തായാലും ഗൈസ്, ബൈ.